രാഷ്ട്രീയത്തിൽ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള നേതാവാണ്? ഒരു വലിയ തിരക്കഥ അവർക്ക് തയ്യാറാക്കാൻ പറ്റി, അത് അവർ വിജയിപ്പിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ജനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ യഥാർത്ഥ സത്യം മനസ്സിലാക്കി. എന്നെക്കുറിച്ച് അനാവശ്യമായ കുപ്രചരണങ്ങളും അനാവശ്യമായ നെഗറ്റീവ് ക്യാമ്പയിനിങ്ങും ഒക്കെ ആയിരുന്നു ഇവിടെ. അന്ന് ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് യൂത്ത് കോൺഗ്രസിന് ധാർഷ്ട്യമാണെന്നൊക്കെ പിതാവ് പറഞ്ഞു. ക്രൈസ്തവരൊന്നും ഒരു ബി ജെ പിനെ രക്ഷകരായി കാണുന്നില്ല. ക്രൈസ്തവർക്കൊക്കെ നല്ല ബോധവും വിദ്യാഭ്യാസവും വിവേകവും ഉണ്ട്. ബി ജെ പി എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്രിസ്ത്യനാണ്, അതിനകത്ത് യാതൊരു സംശയം. സാറും ഹൈബി ഈഡൻ എം പിയും കൂടി ഒരുമിച്ച് മണിപ്പൂർ നിങ്ങൾ എം പി ആണെന്ന് പോലും അറിയിക്കാതെ നിങ്ങളവിടെ മുഴുവൻ കണ്ട് അത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നു. എന്താണ് ഇത്ര ഒരു ധീരമായ നിലപാടെടുക്കാൻ? അന്ന് അവിടെ മധ്യപ്രദേശിലെ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളെ കെട്ടിയിട്ട് നഗ്നനാക്കി മർദ്ദിച്ച സംഘപരിവാറിൻ്റെ വീഡിയോ പുറത്തു വരുന്നു. LDF UDF മുസ്ലിം പ്രീണനം കാരണമാണ് ക്രൈസ്തവർ BJP രക്ഷകരായി കാണുന്നുവെന്ന് എനിക്ക് സത്യത്തിൽ സങ്കടം വന്നു പോയത്. സുരേഷ് ഗോപി തൃശ്ശൂർ ലൂർദ് പള്ളിയിൽ പോയി. ലൂർദ് എന്ത് നാടകമാണ് ഈ കാണിക്കുന്നത്. BJP ഈ കാര്യത്തിൽ ഇൻവോൾവ് ആണെന്നുള്ള ഒന്നാമത്തെ തെളിവാണ് മണിപ്പൂരിൽ പ്രധാനമന്ത്രി സന്ദർശിക്കാത്തത്. അയാൾക്ക് കുറ്റബോധമുണ്ട്. ആ ഒരു ക്രൈസ്തവ ജീവിതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ ഒരു കോൺഗ്രസ്സുകാരനായി പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ തുടരുന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇടുക്കി മണ്ഡലത്തിലൂടെയുള്ള പര്യടനത്തിൽ ഗുഡ്നസ് ന്യൂസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇടുക്കിയെ മിടുക്കിയാക്കുന്നത് ആരായിരിക്കുമെന്ന്. ഇന്ന് ഇടുക്കിയിലെ ജനത അതിനൊരു ഉത്തരം നൽകിയിരിക്കുകയാണ്. രണ്ടാം വട്ടവും 1 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തോടുകൂടി അവർ ഇടുക്കിയുടെ നായകനായി ശ്രീ ഡീൻ കുര്യാക്കോസിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ശ്രീ ഡീൻ കുര്യാക്കോസ് MP ആണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സാർ സ്വാഗതം. സാർ നമസ്കാരം, സ്വാഗതം. 2014 ജോയ്സ് ജോർജിനോട് 50,000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. എന്നാൽ പിന്നീട് 2024-ലും 2019-ലും 1 ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് അതേ ജോയ്സ് ജോർജിനെ പരാജയപ്പെടുത്തി, ഒരു മധുരപ്രതികാരം എന്ന രീതിയിൽ പരാജയപ്പെടുത്തി ഇടുക്കിക്കാർ ഇപ്പോൾ രണ്ടാം വട്ടവും MP ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുക. ഇടുക്കിയുടെ ഈ സ്നേഹത്തിന് എന്താണ് തിരികെ നൽകുക? എനിക്ക് ഈ നാടിനോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. കാരണം എന്നെപ്പോലെ ഒരു സാധാരണക്കാരനെ 2 വട്ടം പാർലമെൻറ്റിലേക്ക് അയക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു ഏറ്റവും ജീവിതത്തിലെ ഒരു അസുലഭമായ ഒരു അവസരമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞാൻ പൊതുപ്രവർത്തനം ആരംഭിച്ചത് 1996-ലാണ്. KUകാരനായി പ്രവർത്തനം ആരംഭിക്കുന്നു. അത് പടിപടിയായി ഓരോ തലങ്ങളിലേക്ക് എത്തി. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തലം വരെ എത്തി. അവസാനം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് 2014 ഔചാരികമായി പാർലമെൻറ്റിലേക്ക് മത്സരിക്കേണ്ടി വരുന്നത്. അന്നുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, സാമൂഹിക പശ്ചാത്തലവും UDFനെതിരായിരുന്നു. അതിന് കാരണം ഇടതുപക്ഷത്തിൻ്റെ അനാവശ്യമായ പ്രചരണമായിരുന്നു. അതായത് കസ്തൂരിരംഗൻ റിപ്പോർട്ട് വന്നിരിക്കുന്ന സമയം, ഗഡ്ഗിൽ റിപ്പോർട്ട് മാറ്റി കസ്തൂരിരംഗൻ റിപ്പോർട്ട് വന്നിരിക്കുന്ന സമയം, അതിൻ്റെ പേരിൽ ഇടുക്കിയിലെ മുഴുവൻ ആളുകളെയും കുടിയൊഴിപ്പിക്കും എന്നുള്ള ഒരു പ്രചരണം സംഘടിപ്പിക്കുകയും ആ റിപ്പോർട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല, അതിനകത്തൊന്നും സംശയമില്ല. ആ റിപ്പോർട്ട് അതേപടി നടപ്പിലാക്കാനും കഴിയില്ല. ആ റിപ്പോർട്ട് തള്ളിക്കളയണം എന്നുള്ളതാണ് UDF കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്ത ഒരു കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അന്നത്തെ സംസ്ഥാന UDF ഗവൺമെൻറ് അസന്നിഗ്ധമായി വ്യക്തമാക്കി. എന്ന് മാത്രമല്ല, ജനവാസ കേന്ദ്രങ്ങളും കൃഷിസ്ഥലങ്ങളും തോട്ടങ്ങളും പൂർണ്ണമായി non-ESA ആയിരിക്കണം, ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയ്ക്ക് പുറത്തായിരിക്കണം എന്ന സുചിന്തിതമായ നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, റിപ്പോർട്ട് സമർപ്പിച്ചു കേന്ദ്രത്തിൽ. റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് UPA ഗവൺമെൻറ് തന്നെയായിരുന്നു, കോൺഗ്രസ് ഗവൺമെൻറ് തന്നെയായിരുന്നു. ആ ഗവൺമെൻറ് അത് അംഗീകരിച്ച് ജനവാസ കേന്ദ്രങ്ങളും കൃഷിസ്ഥലങ്ങളും തോട്ടങ്ങളും ഒഴിവാക്കി കേരളത്തിലെ ESA എന്ന് പറയുന്നത് ഈ ജനവാസ കേന്ദ്രത്തിന് പുറത്താക്കി നിജപ്പെടുത്തി ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ 2014 മാർച്ച് മാസം 10-ാം തീയതി തന്നെ പുറപ്പെടുവിച്ചിരുന്നു. എന്ന് വെച്ചാൽ അന്നുണ്ടായ ആ വിവാദങ്ങൾ UDF തന്നെ പരിഹരിച്ച വിഷയങ്ങളാണ്. പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നും ഇത് UDF ഇനിയും നിലനിർത്തുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണം ഇവിടെ ആത്യന്തികമായി സംഘടിപ്പിച്ചപ്പോൾ അത് എല്ലാ ആളുകൾക്കും ഹൈറേഞ്ച് മേഖലയിൽ പ്രത്യേകിച്ചും വലിയ അസ്വസ്ഥതയുണ്ടാക്കി, വലിയ ആശങ്കയുണ്ടാക്കി. ആ ആശങ്കയുടെ പേരിൽ കിട്ടിയ ഒരു ചെറിയ ആനുകൂല്യമാണ് ഇടതുപക്ഷത്തിന് 5 വർഷക്കാലം MP ആയി അവരുടെ ഒരാളെ വിജയിപ്പിച്ചു കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത്. അതിന് ഒരു വലിയ തിരക്കഥ അവർക്ക് തയ്യാറാക്കാൻ പറ്റി, അതവർ വിജയിപ്പിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ജനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ യഥാർത്ഥ സത്യം മനസ്സിലാക്കി.
കാരണം തുടർന്ന് വരുന്നത് LDF ഗവൺമെൻറ്റാണ് സംസ്ഥാനത്ത്. LDF ഗവൺമെൻറ് അന്ന് ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനാണ് പുറപ്പെടുവിച്ചിട്ടുള്ളതെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ നാളിതുവരെ, പിന്നീട് 8 വർഷക്കാലമായിട്ട് LDF ഗവൺമെൻറ്റാണ് കേരളത്തിൽ, ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷം MP ആയിരുന്നു, ഇപ്പോൾ വീണ്ടും ജയിച്ചു വന്നിരിക്കുക. ഒരു ചെറുവിരൽ പോലും ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന് ശേഷം അന്ന് പുറപ്പെടുവിച്ച ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷന് ശേഷം അത് അന്തിമ വിജ്ഞാനമാക്കിയാൽ മാത്രമേ അതിനൊരു ഫൈനലൈസേഷൻ വരത്തൂ. ജനവാസ കേന്ദ്രങ്ങൾ, കൃഷി സ്ഥലങ്ങളും തോട്ടങ്ങളും ഇതിന് പുറത്ത് എന്നുള്ളതിനൊരു ഫൈനലൈസേഷൻ 100% വരുത്താൻ പറ്റുന്നത് ഫൈനൽ നോട്ടിഫിക്കേഷന് ശേഷം. സംസ്ഥാന ഗവൺമെൻറ് യാതൊരു പ്രഷറും കൊടുക്കുന്നില്ല സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പുറംപൂച്ച് ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അത് വളരെ പെട്ടെന്ന് തന്നെ അവരതിലേക്ക് വന്നു, ജനങ്ങൾ വന്നു. ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഇടതുപക്ഷം അക്കാര്യത്തിൽ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഹൈറേഞ്ച് മേഖലയിൽ ഉൾപ്പെടെ എല്ലായിടങ്ങളിലും, ഇപ്പോൾ 7 അസംബ്ലി നിയോജകമണ്ഡലങ്ങൾ 2 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനും വലിയ തോതിൽ UDFനെ സഹായിച്ചിരിക്കുകയാണ്. UDFന് അനുകൂലമാണ്. അപ്പോൾ ഇടുക്കിയുടെ രാഷ്ട്രീയം UDFിലേക്ക് മടങ്ങി വന്നത് ആ ഒരു തെറ്റിദ്ധാരണ, ഒരു പുകപടലം UDFനെ സംബന്ധിച്ചുള്ളത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞതിലാണ്. അക്കാര്യത്തിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ഞങ്ങൾ ഉൾപ്പെടെ ശ്രമിച്ചിട്ടുണ്ട്. ജനങ്ങളത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾക്കത് അതിൻ്റെ ഒരു റിസൾട്ട് കൂടിയായിരിക്കണം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 2 തവണ വർദ്ധിതമായ ഭൂരിപക്ഷത്തിൽ കടന്നു വന്നത്. ഇനി എന്താണ് ഇടുക്കിയിലെ മണ്ഡലത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനം? ഇടുക്കി പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ ഞാൻ 5 വർഷക്കാലം പ്രവർത്തിച്ചപ്പോൾ വികസന കാര്യങ്ങളിൽ എല്ലാ മേഖലകളിലും ടച്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇക്കാര്യത്തിലെല്ലാം വളരെ സിൻസിയറായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം. എൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകണം, അങ്ങനെ ഒരു രീതിയിലേക്ക് പോവുക അല്ലെങ്കിൽ അതിനപ്പുറത്ത് പോവുക എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ നമ്മളിപ്പോൾ വെച്ചിട്ട് ഒരു അനാവശ്യമായി പരസ്യപ്രചരണം കൊടുത്ത് നമ്മളെ സംബന്ധിച്ച് നമ്മളല്ലാത്ത നമ്മളെ പരസ്യം ചെയ്ത് കാണിച്ചൊന്നും രക്ഷപ്പെടാൻ കഴിയത്തില്ല. ജനങ്ങളിതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഈ 2ാമത്തെ തെരഞ്ഞെടുപ്പിൽ എന്നെക്കുറിച്ച് അനാവശ്യമായ കുപ്രചരണങ്ങളും അനാവശ്യമായ നെഗറ്റീവ് ക്യാമ്പയിനിങ്ങും ഒക്കെ ആയിരുന്നു ഇവിടെ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഏതെല്ലാം തരത്തിലുള്ള പ്രചരണമായിരുന്നു ഇടതുപക്ഷം ഇവിടെ സംഘടിപ്പിച്ച്. ഞാനൊന്നും ചെയ്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു ജനങ്ങളോടൊപ്പം നിന്നില്ല. ജനങ്ങളിതൊക്കെ ബോധ്യപ്പെടുന്നുണ്ട്. ഞാൻ അപ്പോഴെല്ലാം പറഞ്ഞ മറുപടി ഇത്രേ ഉള്ളൂ. ജനങ്ങൾക്ക് ഇതെല്ലാം ബോധ്യപ്പെടുന്നുണ്ട്. അവരത് ഇതൊരു ഹിതപരിശോധനയാണ്. ജനങ്ങൾ റിസൾട്ട് പറയട്ടെ, ദാറ്റ്സ് ഓൾ. അതിനപ്പുറത്തേക്കുള്ള അത് ഞാൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഏത് ഘട്ടത്തിലും ഇപ്പം ജനങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ ജനപ്രതിനിധി ഉണ്ടാവുക എന്നുള്ളതാണ്. അത് പ്രളയം വന്നാലും പ്രകൃതിക്ഷോഭം വന്നാലും കോവിഡ് വന്നാലും മറ്റു കാര്യങ്ങൾ വന്നാലും അവരോടൊപ്പം നിൽക്കാൻ, അവർക്ക് ആശ്വാസം പകരുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചുമതല. അതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. ജനങ്ങളത് ബാക്കി പരിശോധിക്കട്ടെ, എനിക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അവർ തിരുത്തട്ടെ. അതാണ് എൻ്റെ ഒരു പോളിസി. അല്ലാതെ അതിനപ്പുറത്ത് നമ്മളെന്ത് പറയുകയാണ്, നമ്മളൊരു പൊതുപ്രവർത്തകനാണ്. പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനസേവനമാണ്. അതിനുവേണ്ടി കൂടുതലായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ജനപ്രതിനിധിയെ ഞാൻ കാണുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ വികസന കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാനൊരു പ്രതിപക്ഷ MP ആണ്. കേന്ദ്രം ഭരിക്കുന്ന BJP ആണ്, സംസ്ഥാനം ഭരിക്കുന്ന LDF ആണ്. ഒരു പ്രതിപക്ഷ MP എന്നുള്ള നിലയിൽ ഞാൻ മാറി നിന്നില്ല. വികസന കാര്യത്തിൽ ഗവൺമെൻറ്റിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കാരണം അതിനകത്ത് മറ്റൊരു വശമില്ല. കാരണം ഗവൺമെൻറ്റാണ് നാട് ഭരിക്കുന്നത്. വികസന പദ്ധതി നമുക്ക് വേണം, നാട്ടിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ദേശീയപാത വികസന രംഗത്തൊക്കെ ഏറ്റവും സജീവമായ ഇടപെടൽ നടത്തി. അതിൻ്റെ ഭാഗമായി NH-85 കൊച്ചി മൂന്നാർ ദേശീയപാത നവീകരിക്കുന്നു. അവിടെ നേര്യമംഗലത്ത് പാലം വരുന്നു, ചെറുതോണി പാലം, പുതിയ പാലം വരുന്നു. ഇങ്ങനെ ദേശീയപാത വികസന രംഗത്ത് വലിയ മാറ്റം. NH-185 പണ്ട് മൻമോഹൻ സിംഗ് ഗവൺമെൻറ് യാഥാർത്ഥ്യമാക്കി അല്ലെങ്കിൽ അനുവദിച്ച അടിമാലി കുമളി ദേശീയപാത അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പദ്ധതി തയ്യാറാക്കുന്നു. അത് 18 മീറ്റർ വീതിയാക്കി മാറുകയാണ്. മുണ്ടക്കയം കുമളി ദേശീയപാത കൊല്ലം ഡിണ്ടിഗൽ ദേശീയപാതയുടെ ഭാഗമാണ്, അതും 18 മീറ്റർ വീതിയാക്കി മാറുകയാണ്. ഇതിനെല്ലാം 3 ക്യാപിറ്റൽ നോട്ടിഫിക്കേഷൻ, അങ്ങനെ പല പല കടമ്പകൾ കടന്ന് ഇപ്പോൾ അത് റെഡി ടു സ്റ്റാർട്ട് എന്നുള്ള നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 6 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തോടു കൂടി എല്ലായിടത്തും ഭൂമി ഏറ്റെടുക്കൽ ദേശീയപാത വികസന കാര്യത്തിൽ വരികയാണ്. അതുപോലെ തടിയമ്പാട് പുതിയൊരു പാലം CRIF പദ്ധതിയിൽ വരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക. ESI ആശുപത്രി കട്ടപ്പനയിൽ അനുവദിക്കുന്നു. കേരളത്തിലാകെ ഒരെണ്ണാണ് അനുവദിച്ചത്, അത് കട്ടപ്പനയിൽ അനുവദിപ്പിച്ചു. അതുപോലെ നമ്മുടെ തൊടുപുഴയിൽ ഒരു കേന്ദ്രീയ വിദ്യാലയം, ജില്ലയിൽ 2ാമതൊരു കേന്ദ്രീയ വിദ്യാലയത്തിന് സാധ്യതയുള്ളത് തൊടുപുഴയിലാണ്. അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഭൂമി ഏറ്റെടുക്കലും കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി. ഇനി അതിൻ്റെ അന്തിമ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്.
ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ഇപ്പം മൂന്നാമതും BJP തന്നെ വന്നു, ഏത് സർക്കാർ വന്നാലും ആ പദ്ധതി നിന്ന് മുടങ്ങിപ്പോകാത്ത വിധത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു വെച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ വികസന കാര്യങ്ങളിലെല്ലാം തുടങ്ങി വെച്ചതിനെല്ലാം ഒരു തുടർച്ചയുണ്ടാവണം എന്നുള്ളതാണ് MP എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ജനകീയ വിഷയങ്ങൾ, ഇടുക്കി ആഗ്രഹിക്കുന്ന ജനകീയ വിഷയങ്ങളിൽ കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാവണം. അതിന് ഇടതുപക്ഷ ഗവൺമെൻറ് സമ്പൂർണ്ണ പരാജയമാണ്. BJP ഗവൺമെൻറ്റിനാൽ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഫൈനൽ നോട്ടിഫിക്കേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതോടൊപ്പം ESZ, അതായത് ഇക്കോ സെൻസിറ്റീവ് സോൺ, നമ്മുടെ മതികെട്ടാൻ ചോല ഉൾപ്പെടെയുള്ള നമ്മുടെ ദേശീയ ഉദ്യാനങ്ങൾക്ക് ചുറ്റുപാടും ജനവാസ കേന്ദ്രങ്ങളെ ഉൾക്കൊള്ളിച്ച് എഴുതി ശുപാർശ ചെയ്ത ഗവൺമെൻറ്റാണ് സംസ്ഥാനത്തുള്ളത്. അത് തിരുത്താൻ സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും ഇതുവരെ തിരുത്തിയിട്ടില്ല. ഈ ഒരു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ ഈ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നമ്മൾ പര്യടനത്തിലൂടെ അറിഞ്ഞ കുറേ വിഷയങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കർഷകരുടെ ഭയങ്കര രോഷം നിന്നിരുന്ന സമയമാണ് ഈ ഒരു ഇലക്ഷൻ സമയം മൊത്തം. സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രീതിയിൽ രോഷം ഉണ്ടായിരുന്നു. ഒപ്പം ഈ കാന്തല്ലൂർ മേഖലയിലൊക്കെ അവിടെ എല്ലാം പോകുമ്പോൾ വഴി സൗകര്യം, ഇപ്പോൾ മൂന്നാറിൽ നിന്ന് അങ്ങോട്ടുള്ള റോഡ് സൗകര്യം ഭയങ്കര ബുദ്ധിമുട്ട്, അവിടെ ജീവിക്കുന്നവർക്കുള്ള കാർഷിക ഉൽപ്പാദനത്തിനുള്ള ഇപ്പോൾ അവിടുത്തെ ശർക്കരയിലും അവർക്ക് അതിന് കിട്ടുന്നില്ല. പിന്നെ ഏറ്റവും വലിയൊരു ഇഷ്യൂ പറഞ്ഞത് ഹോസ്പിറ്റൽ കേസാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരാൾക്ക് വന്നാൽ ഒരുപക്ഷെ അവർക്ക് എറണാകുളം വരെ ഓടി എത്തേണ്ട ഒരു സമയം, ആ എത്തുമ്പോഴുള്ള ദൂരം, ഇങ്ങനെയുള്ള പല മേഖലയിൽ പല വിഷയം ഇടുക്കി ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ സാർ അത് ഈ പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% ശരിയാണ്, എനിക്കത് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഹോസ്പിറ്റൽ സൗകര്യത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ഇപ്പോൾ പാർലമെൻറ്റിൽ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡാണ്. ഇപ്പോൾ റെയിൽവേ, നാഷണൽ ഹൈവേ, അതുപോലെയുള്ള വിമാനത്താവളം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട്, ബാക്കിയെല്ലാം ത്രൂ സ്റ്റേറ്റാണ്. ആരോഗ്യം സ്റ്റേറ്റിൻ്റെ സബ്ജക്റ്റാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരു ആശുപത്രിക്ക് നമ്മളിപ്പോൾ ഒരു വികസനം കൊണ്ടുവരാം എന്ന് തീരുമാനിച്ചാൽ, ഇപ്പോൾ ഞാൻ ചുരുക്കി പറയാം, കുമളിയിൽ അവിടെ ഒരു ജനകീയ കൂട്ടായ്മയുണ്ട്. ഇതേ പ്രശ്നം തന്നെ പീരുമേടും ഉണ്ട്. ഈ പറയുന്ന ഉടുമ്പൻചോലയിലും ഇതേ പ്രശ്നമുണ്ട്. ഈ 3 അതിർത്തി കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ഈ ആരോഗ്യ മേഖലയുടെ പ്രശ്നം. ഇടുക്കി മെഡിക്കൽ കോളേജ് വന്നു, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ് ഇടുക്കി മെഡിക്കൽ കോളേജ്. സൗകര്യങ്ങൾ പൂർണ്ണമായിട്ടും ആയില്ലെങ്കിലും അതൊരു വലിയൊരു കാൽവയ്പ്പായിരുന്നു. അപ്പോൾ അതിങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രദേശങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന പ്രദേശത്ത് മെഡിക്കൽ കോളേജ് കൊണ്ടുവരിക എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമായി UDF ഗവൺമെൻറ് ഉണ്ടെന്നാണ് ഇടുക്കി മെഡിക്കൽ കോളേജ്. അപ്പോൾ ഈ 3 കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ കുമളിയിൽ അങ്ങനെ ഒരു PHCക്ക് ഞാൻ MP ഫണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു കാത്ത് ലാബ് സെറ്റപ്പ് ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ എന്താണ്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പോളിസി വെച്ച് അവിടെ കാത്ത് ലാബ് പറ്റത്തില്ല. കുമളിയിൽ അവിടെ ഒരു ജനകീയ കൂട്ടായ്മയുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ആശുപത്രി വേണം, നല്ലൊരു ആശുപത്രി വേണം. എന്ത് ചെയ്യാം? അപ്പോൾ സ്റ്റാഫ് പാറ്റേൺ അനുവദിച്ചു കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്, കൊടുക്കത്തില്ല. ഓരോ ഹോസ്പിറ്റലിനും അപ്ഗ്രഡേഷൻ ഉണ്ട്. ആദ്യം PHC ആണെങ്കിൽ, രണ്ടാമത് FHC ആണ്, പിന്നീട് CHC ആണ്, 4ാമത്തെ ഗ്രേഡിലാണ് താലൂക്ക് ആശുപത്രി വരുന്നത്. ഓരോന്നിനും ഓരോ സ്റ്റാഫ് പാറ്റേണാണ്. അത്യാവശ്യം ഡയാലിസിസ് സൗകര്യങ്ങൾ, പ്രസവം, അതുപോലെയുള്ള ഒരു മനുഷ്യൻ്റെ ഒരു ഏറ്റവും നീഡി ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് എവിടെയാണ്? താലൂക്ക് ആശുപത്രിയിലാണ്. എന്നാൽ ഈ താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് സൗകര്യമില്ല. ഇതാണ് ഈ പറയുന്ന പ്രശ്നം. കാന്തല്ലൂരിൽ നിന്ന് താലൂക്ക് ആശുപത്രി വരാൻ അടിമാലി വരണം, അത്രയും ദൂരമുണ്ട്. കാന്തല്ലൂരിൽ നിന്ന് അടിമാലി വരണമെങ്കിൽ നമ്മളിവിടുന്ന് 2 പ്രാവശ്യം എറണാകുളത്ത് പോയിട്ട് തിരിച്ചു വരണം. ഇതാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ളൊരു ചിത്രം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് മുൻകൈ എടുത്തേ മതിയാവും. ഇപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം ഞാൻ ചെയ്തത്, ESI തൊഴിലാളികൾ, ഈ പറയപ്പെടുന്ന തൊഴിലാളികൾക്ക് ചികിത്സാ സൗകര്യം വളരെ കുറവ്. ESI ബെനിഫിറ്റുള്ള തൊഴിലാളികൾക്ക് ചികിത്സാ സൗകര്യം കിട്ടണമെങ്കിൽ പച്ചാളത്ത് പോകണം, എറണാകുളത്ത് പച്ചാളത്ത് പോകണം. ഇവിടെ ഡിസ്പെൻസറി മാത്രമേ ഉള്ളൂ, ട്രീറ്റ്മെൻ്റ് ഇല്ല. 100 ബെഡ് ESI ആശുപത്രി കട്ടപ്പനയിൽ കേരളത്തിലാകെ ഒരെണ്ണം അനുവദിച്ചുള്ളൂ. അത് നമുക്ക് കട്ടപ്പനയിൽ അനുവദിപ്പിക്കാൻ സാധിച്ചത് വലിയൊരു നേട്ടമാണ്. അപ്പോൾ ഈ ജില്ലയിലെ ഒരു ഹൃദയ ഭാഗം എന്നുള്ള നിലയിലാണ് കട്ടപ്പനയിൽ അത് ചൂസ് ചെയ്തത്. എല്ലാ മേഖലയിലും ഇതേ പ്രശ്നം കാന്തല്ലൂരുണ്ട്, പീരുമേട്ടിലുണ്ട്, ഉടുമ്പൻചോലയിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും വന്നു പോകാൻ പറ്റുന്ന ഒരു ഹാർട്ട് ലാൻഡ് എന്നുള്ള നിലയിൽ കട്ടപ്പനയിൽ സ്ഥലം കണ്ടെത്തി അതിൻ്റെ ടെൻഡർ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ തൊഴിലാളികളുടെ ഒരു ചികിത്സാ സൗകര്യത്തിന് മെച്ചപ്പെട്ട ഒരു ചികിത്സാ കേന്ദ്രം ആ ഒരു നിലയിൽ, എല്ലാം പരിഹരിച്ചു, ആ ഒരു നിലയിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കപ്പെടേണ്ടതാണ്. സ്പെഷ്യലിസ്റ്റ് ആശുപത്രികൾ തന്നെ വരണം. ഇല്ലേ ആളുകളുടെ ജീവൻ പോവും. അത് ഇപ്പം എല്ലാ മേഖലയിലും ഇടുക്കി അനുഭവിക്കുന്ന ഏറ്റവും കാതലായ ഒരു പ്രശ്നം അതാണ്. എത്രയോ ആളുകൾ മരിച്ചു പോകും ചികിത്സ കിട്ടാതെ. അതൊരു വേദന ഉളവാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ, നല്ല സ്കൂൾ വേണം, നല്ല കോളേജ് വേണം. ഇപ്പം ഞാൻ ആദിവാസി മേഖലയിൽ, ഇപ്പം ഇടമലക്കുടി പഞ്ചായത്ത്
കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ CSR ഫണ്ട് സംഘടിപ്പിച്ച് അവിടെ സ്കൂൾ കുട്ടികൾ ഇരിക്കാണ്ട് കഴിഞ്ഞാൽ സങ്കടം വരും. 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും 3-ാം ക്ലാസ്സും ഒറ്റ ക്ലാസ് മുറിയില്ല. തൊട്ടടുത്ത് 4 ക്ലാസ് മുറിയാകുള്ളൂ. 7 ക്ലാസ് വരെ അവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ MB ആയി ആദ്യത്തെ വർഷം തന്നെ ആ കാര്യത്തിൽ ഇടപെട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ CSR ഫണ്ട് വെച്ച് അവിടെ സ്കൂൾ പൂർത്തിയാക്കി. ഇപ്പോൾ കുട്ടികൾക്ക് 7-ാം ക്ലാസ് വരെ ക്ലാസ് മുറിയുണ്ട്. അപ്പോൾ ഇങ്ങനെ റിമോട്ടായിട്ടുള്ള ഏരിയാസിൽ നല്ല സ്കൂളുകൾ കൊണ്ടുവരാൻ, നല്ല കോളേജസ് കൊണ്ടുവരാൻ ഒക്കെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടൽ 2 സർക്കാരുകളും ചെയ്യേണ്ടതാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഇത്തരം കാര്യത്തിൽ, വിദ്യാഭ്യാസമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. ആ കാര്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവ് ഈ കാര്യത്തിൽ വന്നേ മതിയാകൂ. അത് കാലാനുസൃതമായ മാറ്റങ്ങൾക്കനുസരിച്ച് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സാറിൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ KSU എന്നാണ് ആരംഭിച്ചത്. എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക്, അല്ലെങ്കിൽ രാഷ്ട്രീയമാണ് ജീവിതത്തിൻ്റെ അങ്ങനെ തോന്നി, എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് മാറിയത്? അതിന് പറയാൻ കൃത്യമായ ഒരു ആൻസർ എനിക്കില്ല. എന്തുകൊണ്ട് എനിക്ക് തോന്നി എന്ന് ചോദിച്ചാൽ, ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് ഈ കറണ്ട് അഫയേഴ്സ് മനസ്സിലാക്കാനും വാർത്തകൾ കേൾക്കാനും ഒക്കെ തന്നെ ഒരു വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അത് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ഒരു പക്ഷേ എൻ്റെ പിതാവ് തന്നെയായിരിക്കണം അതിന് കാരണക്കാരൻ. കാരണം രാവിലെ വിളിക്കുമ്പോൾ 5:50 റേഡിയോ വാർത്ത ഓൺ ചെയ്ത് വെച്ച് ഇംഗ്ലീഷ് വാർത്ത 5:50 ഇംഗ്ലീഷ് വാർത്ത കേട്ടു തുടങ്ങുന്ന ഒരു ശീലക്കാരനായിരുന്നു എൻ്റെ പിതാവ്. അപ്പോൾ അത് കേട്ടു തുടങ്ങി രാവിലെ 7:30 മണി വരെ ഉള്ള മലയാള വാർത്തകൾ, ഡൽഹി വാർത്തയും കേരളത്തിലെ വാർത്തയും അതിനിടയിലുള്ള പ്രഭാതപേരി ഉൾപ്പെടെയുള്ള അതൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മൾ കുഞ്ഞു കാലഘട്ടങ്ങളിൽ മുതൽ വന്നിട്ടുള്ളത്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് തുടക്ക കാലഘട്ടത്തിൽ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയി എനിക്ക് വന്നു. അതോടൊപ്പം തന്നെ എൻ്റെ അമ്മാവൻ ഒരു പക്ഷേ അദ്ദേഹം അന്ന് KSU ആയിരുന്നു. അങ്ങനെയൊക്കെ ഓരോരോ താല്പര്യം വന്ന് ഏതായാലും എങ്ങനെയും ഒരു KSUക്കാരനായി മാറണമെന്നൊരു താല്പര്യം അങ്ങ് വന്നു. സത്യത്തിൽ അതിൽ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു രീതി കാര്യങ്ങളൊക്കെ എങ്ങനെയോ മനസ്സിലേക്ക് കയറി കൂടി. പ്രീ ഡിഗ്രിക്ക് തൊടുപുഴ ന്യൂമാൻ കോളേജ് വന്നപ്പോൾ മുതൽ ഞാൻ KSUക്കാരനാണ്. KSU സംഘടനാ രംഗത്തുണ്ട്. KSUവിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആയി തുടങ്ങി, മൂലമറ്റത്ത് യൂണിറ്റ് പ്രസിഡൻ്റായി, അവിടുന്ന് യൂണിയൻ ഭാരവാഹിയായി യൂണിവേഴ്സിറ്റി യൂണിയനിലേക്ക് വരുന്നു. സ്റ്റുഡൻസ് കൗൺസിൽ മത്സരിക്കുന്നു. പിന്നെ KSUവിൻ്റെ സ്റ്റേറ്റ് ഭാരവാഹിയാകുന്നു, സംസ്ഥാന ഭാരവാഹിയായിട്ട് കുറച്ച് കാലം, പിന്നീട് യൂത്ത് കോൺഗ്രസിൽ മാറുന്നു, പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന പ്രസിഡൻ്റായി മാറുന്നു. ഇങ്ങനെ പിന്നീട് ആ ഒരു ട്രാക്കിൽ അങ്ങനെ നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവസാനം ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പോൾ പാർലമെൻറ്റ് അംഗമായി മാറാൻ അവസരം കിട്ടി. അങ്ങനെ രാഷ്ട്രീയത്തിൽ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള നേതാവാരാണ്? നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ഏറ്റവും നല്ല നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനകത്ത് സംശയമില്ല. കാരണം എല്ലാ നേതാക്കന്മാരും അവരുടെ കഴിവും പ്രാഗൽഭ്യവും ഒക്കെ വ്യക്തി ജീവിതത്തിലും അതുപോലെ പാർലമെൻ്ററി രംഗത്തും അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തും ഒക്കെ തെളിയിച്ചിട്ടുള്ള മാതൃകകളാക്കാൻ പറ്റുന്ന ധാരാളം നേതാക്കന്മാരുണ്ട്. പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു കേരളീയന്, ഒരു മലയാളിക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു നേതാവ് ഉമ്മൻചാണ്ടി സാറ് തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. കാരണം ഏതൊരു മനുഷ്യനെയും കണ്ടാൽ അനുകമ്പ പ്രകടിപ്പിക്കുക, അയാളെ സഹായിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള ഒരു സഹാനുഭൂതിയാണ്. ആ ഒരു സഹാനുഭൂതി പ്രകടിപ്പിച്ച് മരിക്കുവോളം അത് ജീവിതത്തിൽ കൊണ്ടുവരുന്ന ആളാണ് അദ്ദേഹം, ആരും പണക്കാതെ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിലൊരു സാധാരണ മനുഷ്യനായ പോലും ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോൾ അത് ഉമ്മൻചാണ്ടി സാറിനെ പോലെ ആവണം എന്ന് ചിന്തിക്കുന്നവരായിട്ട് ഈ മനുഷ്യനാണെങ്കിൽ അങ്ങനെ യഥാർത്ഥ മനുഷ്യനാണെങ്കിൽ അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ നിർവാഹം. എനിക്ക് അങ്ങനെ കാലഘട്ടത്തിലേക്ക് ഇപ്പം മാറി. അദ്ദേഹത്തിൻ്റെ മരണശേഷം ജനങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ ഒരു ഉമ്മൻചാണ്ടി സാറിന് അങ്ങനെ ഒരു പദവി കൈ കിട്ടുമ്പോൾ മതിമറന്ന് ആഹ്ലാദിക്കുകയും. എന്നാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വാചകമാണ് ഏറ്റവും കൂടുതൽ, ഇപ്പം നമ്മൾ ആദ്യം സംസാരിച്ച് തുടങ്ങിയ വിഷയം മുതലെടുത്താൽ എനിക്ക് എന്നെ സ്പർശിച്ച അദ്ദേഹത്തിൻ്റെ ഒരു വേഡിങ്സ് ഉണ്ട്. ഞാൻ തോറ്റു നിൽക്കുകയാണ്, ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, പരാജയത്തിൽ മനം മടുത്ത് നമ്മൾ എല്ലാം തകർന്നു എന്ന് വിചാരിച്ച് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതോ നിരാശ കൊണ്ട് പോകുന്നതോ വിജയത്തിൽ മതിമറന്ന് ആഹ്ലാദിച്ച് എല്ലാം നേടി എന്ന് പറഞ്ഞ് അഹങ്കാരത്തിലേക്ക് കടന്നു പോകുന്നു. രണ്ടും ഒരുപോലെ തന്നെ ഒരു വ്യക്തിയെ ദോഷകരമാക്കി ബാധിക്കുന്ന കാര്യമാണ്. പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതല്ല. പരാജയം ഉണ്ടായി, അതിനകത്ത് പരാജയപ്പെട്ടതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി തിരിച്ചു വരാനുള്ള അവസരങ്ങളുണ്ട്. അതിലേക്ക് കിടക്കുക എന്നുള്ളതാണ് പരാജയപ്പെട്ട ആൾ ചെയ്യേണ്ട കാര്യം. അതിൽ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. ജനങ്ങൾ ആണ് വിധി പറയുന്നത്, അതിനെ അംഗീകരിക്കുക. അല്ലാതെ ജനങ്ങളുടെ മേലെ കുതിര കയറിയിട്ട് തന്നെ തോപ്പിച്ച ജനങ്ങൾക്ക് മേലെ
കുറ്റം പറഞ്ഞ് അവരെ പഴി പറഞ്ഞ് പോവുകയല്ല വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അതിപ്പോഴും ഞാൻ പലയിടത്തും പറയാറുണ്ട്. അതുതന്നെയായിരിക്കണം ഒരുപക്ഷെ എനിക്ക് ഏറ്റവും പ്രചോദനമായത്. പിന്നീട് വിജയത്തിലേക്ക് കടന്നു വരാനും ഒരു ഇൻസ്പിറേഷൻ അത് തന്നെയായിരുന്നു. ഈ ഒരു വിഷയം പറഞ്ഞു വരുമ്പോൾ 2014 അന്ന് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾ മൊത്തം ചർച്ച ചെയ്താണ് ഇടുക്കി രൂപത അധ്യക്ഷൻ ആനിക്കോഴിക്കാട് പിതാവ് അന്ന് ഡീൻ കുര്യാക്കോസിനെ അന്ന് ശകാരിക്കുന്ന ഒരു വീഡിയോ. അന്ന് ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് യൂത്ത് കോൺഗ്രസ്സിന് ധാർഷ്ട്യമാണെന്നൊക്കെ പിതാവ് പറഞ്ഞത്. എങ്ങനെയാണ് അന്ന് പിതാവിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന വീഡിയോ ഒരുപാട് സമൂഹ മാധ്യമങ്ങളെല്ലാം വൈറലായി. എങ്ങനെയാണ് ആ ഒരു വിഷയം അത് ഓവർകം ചെയ്തത് എങ്ങനെയാണ് അന്ന്? ഇല്ല, അത് ഞാൻ തന്നെ പറഞ്ഞ കാര്യമാണ്. ഞാൻ അതിനകത്തൊന്നും വേറെ രൂപത്തിൽ അതിനെ കണ്ടിട്ടില്ല. കാരണം പിതാവിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ പിതാവ് ഉൾപ്പെടെ ഇടുക്കി രൂപത ഒന്നാകെ തന്നെയും എല്ലാ അച്ഛന്മാരും ഉൾപ്പെടെ എല്ലാ ആളുകളുടെയും അഭിപ്രായം പിതാവ് പറഞ്ഞ അഭിപ്രായം തന്നെയായിരുന്നു അന്ന്. അപ്പം ഞാൻ ചിന്തിച്ച അത്രേ ഉള്ളൂ, ഞാൻ ആദ്യമായിട്ടാണ് പിതാവിനെ അന്ന് കാണുന്നത്. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സത്യം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അന്ന് മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു കാലഘട്ടമാണ്. അപ്പോൾ പൊടുന്നനവേ ഞാൻ സ്ഥാനാർത്ഥിയായി വരികയാണ്. അപ്പോൾ പിതാവിനെ പോയി കാണും. ഞാൻ വിചാരിച്ചില്ല പിതാവ് അങ്ങനെ പറയുമെന്ന്, ഞാൻ വിചാരിച്ചില്ല. പക്ഷേ പിതാവ് പറഞ്ഞത് ഞാൻ ഉൾക്കൊണ്ടു. ഞാൻ പക്ഷേ അതിന് തിരിച്ച് അങ്ങനെയല്ല പറയേണ്ടതെന്നുള്ള ഒരു ഉൾവിളി എനിക്കുണ്ടായി. ഞാനത് പിതാവിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചുമതല എന്ന് ഞാൻ അന്ന് തന്നെ തീരുമാനിച്ചിരുന്നു. ഞാനത് ആദ്യം പറഞ്ഞല്ലോ, ഇതിപ്പം ആളുകളെ സത്യം പറഞ്ഞ് ബോധിപ്പിക്കുക എന്നുള്ളതാണ്. ജനങ്ങൾ തെറ്റിദ്ധരിച്ച് നിൽക്കുകയാണ്. അവരുടെ മേലേക്ക് മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ധാർഷ്ട്യത്തോടു കൂടി നമ്മൾ അതിനകത്ത് ചെന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അവർ സാവധാനം അതിലേക്ക് വന്നല്ലോ. അപ്പം അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. അതങ്ങ് ഇല്ലാണ്ടായി അലിഞ്ഞില്ലാണ്ടായി തീർന്നു പോയല്ലോ. അപ്പോൾ അത് യഥാർത്ഥ സത്യം എല്ലാവരും ഉൾക്കൊണ്ടു എന്നുള്ളതിൻ്റെ തെളിവാണത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മളതിനെ കാണേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ പിതാവ് എന്നുള്ള ഒരു നിലയ്ക്ക് ഒരു സഭാശ്രേഷ്ഠൻ അങ്ങനെ ഒരു നിലപാട് പറഞ്ഞാൽ അദ്ദേഹം അത് എന്നോടല്ല ആദ്യമായിട്ട് പറയുന്നത്. അതിനു മുമ്പേ അത് പൊതുസമൂഹത്തിലൊക്കെ ആ ഒരു രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളതാണ്. റവന്യൂ മന്ത്രി എല്ലാവർക്കും എതിരെയുള്ള ഒരു ശകാരമാണെന്ന് ഞാനും അത് കേട്ടു. ഞാനത് പിന്നീട് അത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കാലക്രമേണ അത് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതെയായി. എല്ലാവരും സത്യം ഉൾക്കൊണ്ടു. ഇപ്പം എല്ലാവരും സത്യത്തിൻ്റെ വഴിയിൽ അക്കാര്യത്തിൽ ഇടതുപക്ഷം കാണിച്ചിട്ടുള്ള ഒരു 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 നെഗറ്റീവ് രാഷ്ട്രീയം അക്കാര്യത്തിൽ എല്ലാവരും ഉൾക്കൊണ്ടു. ആ കാര്യം പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് ഒരു വോട്ട് പോലും കിട്ടാത്ത സ്ഥിതിയാണ് ഇടുക്കി ജില്ലയിൽ ഇന്നുള്ളത്. അപ്പോൾ യഥാർത്ഥ സത്യം എല്ലാവരും ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അത് കാലക്രമേണ മാറും. സാറിൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചുള്ള മതമില്ല. കാരണം ജനങ്ങളാണ്, എല്ലാ മതത്തിലുള്ള ജനങ്ങളും അദ്ദേഹത്തോടൊപ്പം നിൽക്കണം, എല്ലാ മതത്തിലുള്ള ജനങ്ങളെയും നോക്കേണ്ട അവസ്ഥയുണ്ട്. എങ്കിലും ഒരു ക്രൈസ്തവൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു കത്തോലിക്ക എന്ന നിലയ്ക്ക് വിശ്വാസ ജീവിതവും പൊതുപ്രവർത്തനവും എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതായത് പൊതുപ്രവർത്തനം, ഞാൻ കോൺഗ്രസ് ആണല്ലോ. കോൺഗ്രസിൻ്റെ ഐഡിയോളജിയും ക്രൈസ്തവ ജീവിതവും ഒന്ന് തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. കോൺഗ്രസ് എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. ഒരു കോൺഗ്രസ്സുകാരനാകാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ആർക്കാ ബുദ്ധിമുട്ട്? എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും കൂട്ടി നിർത്തുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഐഡിയോളജി. ക്രൈസ്തവ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുക്രിസ്തുവിൻ്റെ ജീവിതമാണ് നമ്മൾ പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കി അതേ വഴിയിലൂടെ തെറ്റിതിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഓരോ തെറ്റുകാരനെ പോലും മാറ്റി നിർത്തുന്നില്ല. തെറ്റ് ചെയ്തവനെ ഉൾക്കൊള്ളുന്ന ആ ഒരു സംസ്കാരം, അതിലേക്ക് ലോകത്തിൽ വെച്ച് ഏറ്റവും ഉദാത്തമായ ആ ഒരു സ്നേഹത്തിൻ്റെ നിർവചനം കാണിച്ചു തന്ന സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ബലി കഴിച്ചതിനപ്പുറത്ത് മറ്റൊന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്രൈസ്തവ ജീവിതത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ ഒരു കോൺഗ്രസ്സുകാരനായി പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ തുടരുന്നതാണ്. ഈ ഭാരതത്തിലെ തന്നെ ക്രൈസ്തവരുടെ ഹൃദയത്തിൽ വളരെ വേദന കോരിയിട്ടൊരു കാര്യമാണ് മണിപ്പൂർ വിഷയം. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭ തെരഞ്ഞെടുപ്പിലും ചർച്ചയായ ഒരു വിഷയമാണ് ഇത്. കേരളത്തിലെ ജനങ്ങൾ എന്ത് സംഭവിക്കുന്നു എന്നറിയാണ്ട് പലതും കേട്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ നിന്ന് വളരെ അതിസാഹസികമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. സാറും ഹൈബി ഈഡൻ എം പിയും കൂടി ഒരുമിച്ച് മണിപ്പൂർ, നിങ്ങൾ എം പി ആണെന്ന് പോലും അറിയിക്കാതെ നിങ്ങളവിടെ മുഴുവൻ കണ്ട് അത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നു. എന്താണ് ഇത്ര ഒരു ധീരമായ നിലപാടെടുക്കാൻ അന്ന് പ്രചോദിപ്പിച്ചത്? അയ്യോ, അത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു മുഹൂർത്തത്തിലാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അവിടെ നിന്നുള്ള അച്ഛന്മാർ, നമ്മുടെ അവിടുത്തെ വികാരി ആയിട്ടുള്ള അച്ഛനും അതുപോലെ മലയാളി അച്ഛന്മാരെല്ലാം അവിടുത്തെ സിറ്റുവേഷൻ വിവരിച്ചുകൊണ്ട് ഞങ്ങളെ കണ്ടു. എം പിമാരെ വന്ന് കേരളത്തിൽ വന്ന് കണ്ടു. പിന്നെ നമ്മളതനുസരിച്ച് റിയാക്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ. അത് ആ ഒരു കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന, നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മണിപ്പൂരിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും പ്രയാസവും അതുവരെ ഒരാൾക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു എന്തായാലും പോയാൽ പറ്റും. കാരണം നമ്മുടെ അടുത്തൊരു സഹായം ചോദിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ് അവിടുത്തെ രൂപത.
നേതൃത്വം വളരെ പ്രയാസത്തിലാണ്. ഇത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾറെഡി ബേൺഡായി തകർന്നിരിക്കുന്നു. അന്ന് വരുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 250 പള്ളി തകർന്നിരിക്കുന്ന സമയത്താണ് വരുന്നത്. എന്നാലോചിച്ച് പോകണം. ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് മരണം ഇന്നത്തെ ദിവസം ഉണ്ടായില്ല, നാളെ ഉണ്ടാകാം എന്നുള്ള ചിന്തയിലാണ് അവർ ജീവിച്ചിരുന്നത്. ആ അവസ്ഥയിലാണ് അവരിവിടെ വന്ന്, എങ്ങനെയോ അവരിവിടെ വന്ന് ഞങ്ങളെല്ലാം കണ്ട്. അപ്പോൾ ആ മുഹൂർത്തത്തിൽ ഞങ്ങൾ പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ടു. ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അടുക്കൽ അപ്പോഴും ഈ നിർദ്ദേശമുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും നിർബന്ധമായിട്ട് പോകണം, പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിൻ്റേതായ രീതിയിൽ ചെയ്യാം. പക്ഷേ അദ്ദേഹത്തിനും പാർട്ടി അവിടുത്തെ PCCയുമായി കണക്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന്. കാരണം ടെലിഫോണില്ല, ഒരു ഇതുമില്ല. പക്ഷേ എങ്ങനെയോ ഒരു PCC ജനറൽ സെക്രട്ടറി കണക്ട് ചെയ്ത് ഞങ്ങൾ പിന്നെ അവിടെ ഒരു പ്രശ്നം, അവിടെ എല്ലാ ആളുകളെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുക. പാർട്ടിയൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. പാർട്ടിയൊക്കെ പിന്നീടാണ്. അവിടുത്തെ പാർട്ടി മാറി കമ്മ്യൂണലായിരുന്നു ആ സമയത്ത്. കമ്മ്യൂണലും വംശീയവുമായി ആളുകളെല്ലാം തിരിഞ്ഞിരിക്കുന്ന സമയമാണ്. അത്ര റിസ്ക് പിടിച്ചൊരു സമയത്താണ് ഞങ്ങളവിടെ പോകുന്നത്. ഞങ്ങൾ പോയി അതിൻ്റെ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് കൊടുത്തു, പാർട്ടി നേതൃത്വത്തിന് കൊടുത്തു. പിന്നീട് ശ്രീ രാഹുൽ ഗാന്ധിയാണ് അവിടെ പോകുന്നത്. എന്ത് വിധേനയും പോകുക എന്നുള്ളത് അദ്ദേഹം തീരുമാനമെടുത്തതിൻ്റെ കാര്യം ഞങ്ങൾ കൊടുത്ത ഒരു ഫീഡ്ബാക്കും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ വിഷയം മനസ്സിലാക്കാനും, അത് അന്ന് പോകുമ്പോൾ MP വരാമെന്ന് പറഞ്ഞാൽ കടത്തി വിടത്തില്ല, ഞങ്ങളെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറക്കത്തില്ല MP വരാമെന്ന് പറഞ്ഞ്. കാരണം ബാൻഡാണ്, ഒരു ജനപ്രതിനിധിയും കയറ്റത്തില്ല. രാഹുൽ ഗാന്ധി പിന്നീട് രാഹുൽ ഗാന്ധി പോകുമ്പോഴാണ്, അതിന് ശേഷമാണ് അത് റിലാക്സ്ഡ് ആകുന്നത്. രാഹുൽ ഗാന്ധി പോയതിന് ശേഷം പിന്നെ അവർക്ക് റിലാക്സ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു ജനപ്രതിനിധി പോലും ലാൻഡ് ചെയ്യാൻ സമയം ആണെന്ന് പറഞ്ഞാൽ കയറ്റത്തില്ല. പക്ഷേ നമുക്ക് പോയേ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ പോയി. കേന്ദ്ര സർക്കാരിനെ പോലും സമ്മർദ്ദത്തിലാക്കി. നിങ്ങൾ 2 MP അവിടെ പോയി തിരിച്ചു വന്നു. അവർക്ക് ഞങ്ങൾ തിരിച്ചു വരുന്നവരെ വെളിപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നിടത്തുള്ള MP വരാമെന്ന് പറഞ്ഞു. ഗവൺമെൻറ് സംവിധാനത്തെ ഞങ്ങൾ അറിയിച്ചില്ല, ഗവൺമെൻറ് മിഷണറിയെ ഞങ്ങൾ അറിയിച്ചില്ല, അത്രേ ഉള്ളൂ. അതിപ്പം ഒളിച്ചുപോയി എന്നൊന്നും പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഞങ്ങൾ വെറുതെ അങ്ങ് പോയി, സാധാരണക്കാരായിട്ടും പോയി. ഞങ്ങൾ ഒരിടത്തും ഞങ്ങളുടെ ഈ ഗവൺമെൻറ് ഒഫീഷ്യൽസിനെ അങ്ങനെ വെളിപ്പെടുത്തേണ്ട കാര്യം ഉണ്ടായില്ല. അതുകൊണ്ട് സാധാരണ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, ഒരു പ്രശ്നബാധിത സ്ഥലത്തേക്ക് പോകുമ്പോൾ MP ആ പ്രോട്ടോകോൾ ഉപയോഗിച്ചാണ് എല്ലാവരും പോവുക. നമ്മൾ ആ പ്രോട്ടോകോൾ എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അവർ അറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒളിച്ചും മാറ്റി പോയി പറയുന്നതിനൊന്നും അർത്ഥമില്ല. ഞങ്ങൾ അവരുടെ കൂടെ തന്നെ സാധാരണക്കാരെ പോലെ തന്നെ യാത്ര ചെയ്തു. ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ അടുത്ത് നമ്മൾ പ്രോട്ടോക്കോളിന് വേണ്ടി ചോദിച്ചില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വേറെ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. സകല ക്യാമ്പിലും പോയി അതിനകത്ത് റോഡ് മാർഗം 2 ദിവസം പൂർണ്ണമായി അവിടെയെല്ലാം സഞ്ചരിച്ച കാര്യങ്ങൾ ബോധ്യപ്പെട്ട് മനസ്സിലാക്കി റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളതാണ്. ഔദ്യോഗികമായിട്ട് അന്ന് നിങ്ങൾ നൽകിയ അന്നത്തെ വീഡിയോ റിപ്പോർട്ടുകളൊക്കെയാണ് ഇവിടുത്തെ ക്രൈസ്തവരോളം അന്നത്തെ ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇത്രമാത്രം അനുഭവിക്കുന്നു, ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നു, സഭ പ്രശ്നം ദുരിതം അനുഭവിക്കുന്നതൊക്കെ തിരിച്ചറിഞ്ഞു. ക്രൈസ്തവർക്ക് വളരെ ആശ്വാസമായിരുന്നു ഈ ഒരു വിഷയം. മറ്റൊരു കാര്യത്തിൽ ഇന്ന് പക്ഷേ ഈ ഒരു മണിപ്പൂർ കേരളം മറന്നതായിട്ട് ഇന്ന് തോന്നുന്നുണ്ട് പല വിഷയങ്ങളിൽ. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിലായാലും തൃശ്ശൂരിൽ BJP വോട്ട് നേടി എന്നുള്ളതാണ്. ഒപ്പം ഇന്നത്തെ ഈ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ക്രൈസ്തവ ജനത LDFിൻ്റെയും UDFിൻ്റെയും അതൊരു മതത്തോടുള്ള പ്രീണനം കാരണം BJPയെ രക്ഷകരായി കാണുന്നു എന്ന രീതിയിലേക്ക് ഒരു വാർത്തകളും അന്തരീക്ഷവും വരുന്നുണ്ട്. ഈ ഒരു അവസ്ഥയെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്തുള്ളൊരു അഭിപ്രായം, ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു. സുരേഷ് ഗോപി ജയിച്ചതിന് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. രാജഗോപാലിന് കിട്ടിയ ഒരു സിമ്പതി സുരേഷ് ഗോപിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. രാജഗോപാൽ അങ്ങനെയായിരുന്നു ജയിച്ചത്. അല്ലാതെ BJPയുടെ ബേസ് വോട്ട് നിയമവും തൃശ്ശൂരും തമ്മിൽ യാതൊരു കമ്പാരിസണുമില്ല. നിയമം BJPക്ക് സോളിഡ് വോട്ടുള്ള ഒരു സ്ഥലമാണ്. ഡോക്ടർ ശശി തരൂർ പോലും, അത്രയും ഉന്നതനായ മനുഷ്യൻ പോലും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമ്പോൾ പോലും വളരെ കുറച്ച് വോട്ടുകൾ മാത്രമേ നിയമത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടാറുള്ളൂ. അത്രത്തോളം BJP അവിടെ ഗ്രാസ് റൂട്ടുള്ള ഒരു സ്ഥലമായിട്ട് നിയമം മാറി. അവിടുത്തെ കൗൺസിലേഴ്സ് ഭൂരിഭാഗവും BJP, അവിടുത്തെ ന്യൂനപക്ഷ ഏരിയ ഒഴിച്ച ബാക്കി ഭാഗം മുഴുവൻ BJP ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ അതല്ല സ്ഥിതി. ഇത് പറയുമ്പോൾ മൂവാറ്റുപുഴ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ PC തോമസ് NDA കാൻഡിഡേറ്റായിട്ട് ജയിച്ചിട്ടുണ്ട്. ഞാൻ അടങ്ങുന്ന മൂവാറ്റുപുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ അന്ന് 2004 എൻ്റെ ബൂത്തിൽ അന്ന് UDF സ്ഥാനാർത്ഥിക്ക് വെറും 50 വോട്ടാണ് കിട്ടിയത്. അതായത് അന്നത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ എല്ലാവരും, കാരണം അന്നും ഇതുപോലെ തന്നെ BJP വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളൊരു ഇതായിരുന്നു. PC തോമസ് ഓൾറെഡി എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ്. അദ്ദേഹം NDA ക്യാബിനറ്റിൽ സഹമന്ത്രിയായിട്ട് പ്രവർത്തിച്ച് 2 വർഷക്കാലം ഇരുന്നിട്ടാണ് വീണ്ടും വന്ന് മത്സരിക്കുന്നത്. പ്രചരണം ഇത്രയായിരുന്നു, ഇനി ക്യാബിനറ്റ് മന്ത്രിയാണ്. എത്രത്തോളം UDF വോട്ടിനെ അത് ചോർത്തിയെന്ന് മാത്രമല്ല, അന്ന് സത്യത്തിൽ ഭാഗ്യം കൊണ്ട് കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരുന്നതുകൊണ്ട് അദ്ദേഹം മന്ത്രിയായില്ല. മൂവാറ്റുപുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലാണെന്ന് ഓർക്കുന്നത് സംഭവിച്ചു. തൃശ്ശൂരല്ല, തൃശ്ശൂരൊക്കെ വീണ്ടും ഇതിനേക്കാളും സാധ്യതയുള്ള സ്ഥലമാണ്. മൂവാറ്റുപുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ അന്ന് മുഴുവൻ UDF വോട്ട് വന്ന് ചോർത്തിക്കളഞ്ഞു. അപ്പോൾ 3ാം സ്ഥാനത്ത് പോയി അന്ന് UDF സ്ഥാനാർത്ഥി. ഇപ്പോൾ ഏതാണ്ട് ഒരു സമാനമായ സിറ്റുവേഷനാണ് തൃശ്ശൂർ വന്നിരിക്കുന്നത്. അത് BJPയോടുള്ളൊരു ആഭിമുഖ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഈ പറയപ്പെടുന്ന അതെല്ലാ കമ്മ്യൂണിറ്റിയും പോയിട്ടുണ്ട്. അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വോട്ട് മാത്രമല്ല. ഇത് വെറുതെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വോട്ട് പോയി എന്നുള്ളത് BJPയുടെ പ്രൊപ്പഗൻഡയാണിത്.
സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടിയ വോട്ട് അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്, നമ്പർ 1. നമ്പർ 2, അദ്ദേഹം 5 വർഷക്കാലം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. സെലിബ്രിറ്റി ആയതുകൊണ്ട് അതിനെല്ലാം വലിയൊരു എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ജനങ്ങൾ അങ്ങനെയാണ്, ജനങ്ങളുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ കുറേ അധികം ചാരിറ്റി വർക്ക് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ലീഗിൻ്റെ ഏറ്റവും വലിയ കോട്ടയാണ് മലപ്പുറം. ഈ മലപ്പുറത്ത് എങ്ങനെയാണ് താനൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ വി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഇപ്പോൾ സംസ്ഥാന സ്പോർട്സ് അയാൾ ജയിക്കുന്നത് എങ്ങനെയാണ്? ലീഗ് എന്ന് പറയുന്ന ഉരുക്കിട്ട സംവിധാനം പോലെ ഒരു സെമി കേഡർ പാർട്ടിയാണ് അവർ. മുസ്ലിം കമ്മ്യൂണിറ്റി 10% ഉള്ള താനൂർ അസംബ്ലി സെഗ്മെൻറ്റിൽ 2 ടൈമിലായി അദ്ദേഹം അവരുടെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി PK ഫിറോസിനെ ഇട്ടിട്ട് പോലും ഇത്തവണ അബ്ദുറഹ്മാൻ ജയിച്ചു. അദ്ദേഹം നല്ല രീതിയിൽ ചാരിറ്റി വർക്ക് ചെയ്ത് അവിടെ കോൺസ്റ്റിറ്റ്യുവൻസി പഠിച്ച് മുന്നോട്ട് പോയി അദ്ദേഹത്തിനൊരു ഇത് കിട്ടി, ജയിച്ചു. 2 തവണ അയാളിപ്പോൾ മന്ത്രിയാണ്, പഴയ കോൺഗ്രസ്സുകാരനാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഒറ്റപ്പെട്ട പ്രതിഭാസങ്ങൾ കേരളത്തിൽ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. നേമത്ത് സംഭവിച്ചിട്ടുണ്ട്, തൃശ്ശൂർ സാധ്യതയുള്ളൂ, അത് അതിൻ്റെ ഒഴുകി പോയിക്കോളും. തൃശ്ശൂർ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആളെ അതിൻ്റേതായ രീതിയിൽ എക്സ്പോസ് ചെയ്യാനും അതിൻ്റേതായ രീതിയിൽ പ്രതിരോധിക്കാനും കോൺഗ്രസ് നല്ല സംഘടനാ ബേസുള്ള സ്ഥലമാണ് തൃശ്ശൂർ. അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ BJP ഒരിക്കലും അപ്പോൾ ഒരു ക്രൈസ്തവർക്ക് രക്ഷകരായിട്ട് മാറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ പറഞ്ഞു, LDF UDFിൻ്റെ മുസ്ലിം പ്രീണനം കാരണമാണ് ക്രൈസ്തവർ BJP രക്ഷകരായി കാണുന്നു എന്ന്. ക്രൈസ്തവരൊന്നും ഒരു BJPനെ രക്ഷകരായി കാണുന്നില്ല. ക്രൈസ്തവർക്കൊക്കെ നല്ല ബോധവും വിദ്യാഭ്യാസവും വിവേകവും ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് ഈ മണിപ്പൂരും എങ്ങനെയാണ് ഇതൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്കും, അങ്ങനെയാണ് ഇവിടെ കോട്ടയത്തും ഇടുക്കിയിലും എറണാകുളത്തും ചാലക്കുടിയിലും ഒക്കെയല്ലേ ഈ വോട്ട് BJPക്ക് പോകേണ്ടത്? അതൊന്നും നടക്കുന്ന കാര്യമില്ലല്ലോ. പത്തനംതിട്ട മത്സരിച്ച അനിൽ ആന്റണിയായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. അത് ഈ ക്രൈസ്തവ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മത്സരിപ്പിച്ചത്, അല്ലാതെ വെറുതെ മത്സരിപ്പിച്ചല്ലല്ലോ. എന്താ ശരി, അതൊന്നും ചുമ്മാ അത് ഈ BJPയുടെ പ്രൊപ്പഗൻഡയാണ്. ക്രൈസ്തവ വോട്ട് ചെയ്തു, സുരേഷ് ഗോപി ജയിച്ചു. ഇനി അവരതായിരിക്കും പറയാൻ പോകുന്നത് ക്രിസ്ത്യാനികളുടെ മുഴുവൻ വോട്ടും BJPക്കാണ്. എവിടെ ഏത് ക്രിസ്ത്യാനി വോട്ട് ചെയ്യും? അങ്ങനെയൊന്നും ഒരു ക്രിസ്ത്യാനിയും വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം. കാരണം മനുഷ്യനെ പച്ചയ്ക്ക് വെട്ടിക്കൊന്ന് ഈ പറയപ്പെടുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് അവിടെ മധ്യപ്രദേശിലെ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പലെ കെട്ടിയിട്ട് നഗ്നനാക്കി മർദ്ദിച്ച സംഘപരിവാറിൻ്റെ വീഡിയോ പുറത്തു വരുന്നത്. ഇലക്ഷൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ടാണ്, എനിക്കത് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഫാദർ അനിൽ ജോൺ ഇലക്ഷൻ്റെ ഇടയ്ക്കാണ് വൈദികൻ അവിടെ അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്നത് മധ്യപ്രദേശിൽ. ഞാൻ ആ കേസിൽ ബന്ധപ്പെട്ട ആളാണ്, ഫാദർ അനിൽ ജോൺ. അദ്ദേഹം വെരി റീസെൻ്റ്ലിയാണ് ജയിൽ വിമോചിതനായത്. കമ്മ്യൂണൽ കൺവെൻഷൻ വെച്ച് മുഴുവൻ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും പിടിച്ച് ജയിലിൽ. ഒന്നും BJP എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്രിസ്ത്യനാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇതിൽ വീണു പോകുന്ന ജനത ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് താനും. എനിക്ക് നോർത്ത് ഈസ്റ്റിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അതിന് വേറെ പല കാരണങ്ങളുള്ളതായിട്ടാണ് അവർ പറയുന്നത്. കാരണം അവിടെ ആ ഒരു സ്റ്റേറ്റിലെ 10% ക്രിസ്ത്യൻ വോട്ടാണ്. പക്ഷേ ആ സ്റ്റേറ്റിന് പിടിച്ചു നിൽക്കണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ സഹായം വേണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ്ങാണ് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലുള്ളത്. സ്റ്റേറ്റിന് ഓൺ ഫണ്ടില്ല. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റുമായി മുട്ടിച്ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ആ ഗവൺമെൻറ്റുകൾക്ക് ഉണ്ട്. അതുകൊണ്ട് അവിടുത്തെ ആളുകൾ എന്ന് പറയുന്നതായിരിക്കും ശരി, അല്ലാതെ ക്രിസ്ത്യൻ എന്ന് പറയുന്നതല്ല ശരി. അതുകൊണ്ടാണ് ആ ഭാഗത്ത് ഇവർക്കൊരു മെജോറിറ്റി കിട്ടിയിട്ടുള്ള അരുണാചൽ പ്രദേശ്, മേഘാലയ ഇങ്ങനെയൊക്കെയുള്ള ആ ഗവൺമെൻറ്റുകളെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റുമായി അറ്റാച്ച് ചെയ്തായിരിക്കും നിൽക്കുന്നത്. അതല്ലാതെ ഇന്ത്യയിൽ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും BJPയെ ആ പാവപ്പെട്ട അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ അവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അവരോടൊക്കെ ഒരു വരി സംസാരിച്ച് നോക്കി കഴിഞ്ഞാൽ ഇവരുടെ തരി നിറം എന്താണെന്ന് ബോധ്യപ്പെടും. ഇപ്പോൾ എന്താ വിചാരിക്കുക, എനിക്ക് സത്യത്തിൽ സങ്കടം വന്നു പോയത് സുരേഷ് ഗോപി തൃശ്ശൂർ ലൂർദ് പള്ളിയിൽ പോയി ലൂർദ് എന്ത് നാടകമാണ് ഈ കാണിക്കുന്നത്. അതിൻ്റെ പേരിൽ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. അതൊക്കെ സത്യത്തിൽ വളരെ വൃത്തികെട്ട ഒരു മ്ലേച്ഛമായ ഒരു സാഹചര്യമായി പോയി. അദ്ദേഹത്തിന് എന്തെങ്കിലും ഭക്തി ഉണ്ടെങ്കിൽ എന്നാൽ ഇതിനു മുമ്പ് പോകണ്ടേ ഇദ്ദേഹം തൃശ്ശൂരിൽ വന്ന് സ്ഥാനാർത്ഥിയാകാൻ മത്സരിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പള്ളി സന്ദർശിച്ചിട്ടുണ്ടോ അദ്ദേഹം? വെറുതെ ചുമ്മാ തട്ടിപ്പ് നാടകമായിട്ട് വന്നിട്ട് അത് അഭിനയിച്ച് കാണിച്ച് എന്തെല്ലാം കോപ്രായങ്ങളാണ് അവിടെ കിടന്ന് കാണിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ജയിച്ച് വീണ്ടും പോയി മാതാവിന് സ്വർണ്ണ കൊന്ത മാലയാണോ വേണ്ടത്? എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ഇത് വെച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ BJP ആവും. വെറുതെ ചുമ്മാ പൊറാട്ട് നാടകം കാണിക്കുന്നത്. ഇതൊക്കെ ചുമ്മാ ഒരു നാട്ടിലെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളു എന്നുള്ളതാണ് എൻ്റെ വിഷയം. അയാൾക്ക് വോട്ട് കിട്ടിയത്, അയാൾ രാഷ്ട്രീയമാണല്ലോ, സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമാണ്. കേന്ദ്രമന്ത്രി പ്രധാനമന്ത്രി എത്ര പ്രാവശ്യം തൃശ്ശൂർ വന്നിട്ട് പോയി? ഒരു മര്യാദ വേണ്ടേ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ? ഇപ്പം മണിപ്പൂരിൻ്റെ കാര്യം പറഞ്ഞു. എന്താ മണിപ്പൂരിലെ പ്രശ്നം? മണിപ്പൂരിലെ ജനത കൃത്യമായിട്ട് റിസൾട്ട് പറഞ്ഞിട്ടുണ്ടോ? ഈ BJP ഈ കാര്യത്തിൽ ഇൻവോൾവ് ആണെന്ന് ഒന്നാമത്തെ തെളിവാണ് മണിപ്പൂരിൽ പ്രധാനമന്ത്രി സന്ദർശിക്കാത്തത്. അയാൾക്ക് കുറ്റബോധമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആളുകളെ ഒരു ആസ് എ പ്രൊട്ടക്ടർ, പണ്ട് വാജ്പേയി പറഞ്ഞ ഒരു സാധനമുണ്ട്. എന്താണ് ഒരു ഭരണകർത്താവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം രാജധർമ്മം നിറവേറ്റണം എന്ന് പറഞ്ഞ് വാജ്പേയി ഗുജറാത്ത് കലാപകാലത്ത് മോദിയെ അടുത്തിരുത്തി പറഞ്ഞ ഒരു സെൻറ്റൻസ് ഉണ്ട്. മോദി ഇങ്ങനെ ചമ്മി ചിരിച്ച് അടുത്തിരിപ്പുണ്ട് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞത്. രാജധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരെയും തുല്യരായി കാണുക എന്നുള്ളതാണ്. RSSകാരനായിരുന്നെങ്കിലും പ്രധാനമന്ത്രിയായി വാജ്പേയി എന്ന് പറഞ്ഞതാണ് മോദിയെ എടുത്തിരുത്തിക്കൊണ്ട്.
ആ മോദി എന്തുകൊണ്ട് മണിപ്പൂരിൽ പോയി ഈ രാജധർമ്മം വിഷയം വീണ്ടും തിരിച്ചു വരും? അദ്ദേഹത്തിന് അവിടുത്തെ കലാപകാരികളോടൊപ്പം നിൽക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മണിപ്പൂർ സന്ദർശിക്കുക. 2 സീറ്റും തോറ്റുപോയി BJP. അത് 1 ലക്ഷം വോട്ടിനടുത്താണ് 2 സീറ്റും തോറ്റുപോയി. 2 കോൺഗ്രസ് ജയിച്ചു. ഇടുക്കി മണ്ഡലത്തെക്കുറിച്ചുള്ള വികസന സ്വപ്നങ്ങളും അതോടൊപ്പം തന്നെ സാറിൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചെല്ലാം ഈ ഒരു നിമിഷം ഞങ്ങളോടൊപ്പം പങ്കുവച്ചു. സാറിൻ്റെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച സാറിന് ഗുഡ്നസ് ടിവിയുടെ പേരിലും ഞങ്ങളുടെ പേരിലും ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സാർ.